ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ചെറിയ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കണമെന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ ശരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണമെന്ന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവോള, ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു കാര്യം ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, കുറച്ച് ചെറിയ ജീരകം. അതിപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. നമുക്കിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മീറ്റ് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു ചെറിയ പൊട്ടറ്റയും ചെറിയ ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാരറ്റും കൂടെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ മാവ് എടുക്കാം. നമുക്ക് എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി അതിലോട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. സെൻറ്ററിലായിട്ട് നമുക്ക് മസാല കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് മടക്കിയെടുക്കാം. ഒന്ന് പരത്തി കൂടെ കൊടുക്കാം. ഞാൻ ഓരോന്നും ഒരു ദോശക്കറിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ഇതാണ് ഈ തയ്യാറാക്കുമ്പോൾ പിന്നെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഓരോന്നും എടുക്കാം. എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് അളവിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കണ്ടോ, അകത്തൊക്കെ നല്ല മസാലയൊക്കെ ഉണ്ട്. കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.